അതിഥിയെ ബഹുമാനിക്കുന്നത് ഈമാനിന്റെ ഭാഗമാണ്. അയാൾ വന്നങ്ങനെ ഒരു ഭാഗത്ത് ഇരിക്കാൻ സ്ഥലമില്ലാതെ നിന്നു പോകരുത്. ഇരിക്കാൻ ചെയർ വേണം. സലാം പറഞ്ഞവരെ സ്വീകരിച്ചിരുത്തണം. ആശ്വാസത്തിന് വന്ന രൂപത്തിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ കൊടുക്കണം, വെള്ളം കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആതിഥ്യ മര്യാദകളൊക്കെ പഠിപ്പിച്ചത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അതിഥി സൽക്കാരത്തിന്റെ മര്യാദകളാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കൈകൊണ്ട് സാറ ബീവിയുടെയും റളിയല്ലാഹു അൻഹാ കൈകൊണ്ട് ഭക്ഷണമുണ്ടാക്കിയിട്ട് ഒരു തളികയിൽ ആ ഭക്ഷണവും പിടിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിഥികളെ മുന്നിലേക്ക് ഇങ്ങനെ വരുന്നു. മുന്നിൽ അതങ്ങനെ വെച്ചു കൊടുക്കുന്നു. ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തു കൊടുക്കുന്നു. ആരാണ് എന്ന് തിരിച്ചറിയാഞ്ഞിട്ട് പോലും അതിഥികളെ കിട്ടിയല്ലോ എന്ന ബഹുമാനം കൊണ്ട് എല്ലാ നിലക്കുമുള്ള വലിയൊരു ഭക്ഷണമുണ്ടാക്കി മുന്തിയ ഭക്ഷണം അവരെ മുന്നിൽ കൊണ്ടുപോയി കൊടുത്തപ്പോ ഭക്ഷണം കഴിക്കാതെ കൈ സ്പർശിക്കാതെ മാറി നിൽക്കുന്നത് കണ്ടപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പേടി തോന്നി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അവർ പറഞ്ഞു, പേടിക്കണ്ട, ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നവരല്ല. ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമി ലൂത്ത്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയിലേക്ക് അയക്കപ്പെട്ട മലക്കുകളാണ് ഞങ്ങൾ. അവരെ ശിക്ഷിക്കാൻ വേണ്ടി പോകുന്ന വഴിക്ക് ഇവിടെ ഞങ്ങളൊന്ന് ഇറങ്ങിയതാണ്. ചെറിയൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നവരല്ല. ഭക്ഷണം കഴിക്കുന്നവരല്ലാഞ്ഞിട്ട് പോലും മനുഷ്യവേഷത്തിൽ വന്ന ആളുകളെ ഒരു പരിചയമില്ലാതെ എത്ര പെട്ടെന്നാണ് മഹാനവർഗർ സ്വീകരിച്ചത്. അവരെ സലാം പറഞ്ഞ് അവരെ ഇരുത്തി ഭക്ഷണം പാചകം ചെയ്ത് അവരെ മുന്നിൽ കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചു കൊടുത്തു. അങ്ങനെയാണ് അതിന്റെ ബഹുമാനം. വന്ന ആൾക്കാരെ പാത്രവും കൊടുത്ത് വാരിയെടുത്ത് കൊണ്ടുപോയി എവിടെയെങ്കിലും ചാരി നിന്ന് തിന്നാൻ വേണ്ടി പറയലല്ല. അത് ബഹുമാനക്കേടാണ്. അത് ചെയ്യാൻ പാടില്ല. അതിന് ലോകത്തുള്ള ഏതാള് എത്ര വലിയ അംഗീകാരവും സമ്മതവും കൊടുത്താലും ശരി, മുസ്ലിമിന് അത് പറ്റില്ല. അവൻ ആ മോഡല് ആളുകളെ ഭക്ഷണം കൊടുത്തിട്ട് എവിടെങ്കിലും ചാരി നിർത്തിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ഇങ്ങനെ നടന്നിട്ടോ ഒക്കെ ഭക്ഷണം കഴിക്കുന്ന ഏർപ്പാട് അത് ഏറ്റവും മോശപ്പെട്ടതാണ്. അവനോട് ചെയ്യുന്ന അപമര്യാദയാണ്. അതിനേക്കാളും നല്ലത് ആരെയും സ്വീകരിക്കാതിരിക്കലാണ് നല്ലത്.